ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ എങ്ങും പോകാനൊന്നും അല്ല. ഇപ്പൊ എല്ലാ ദിവസവും പൊതുവെ നമ്മള് ഡെയിലി നമുക്കൊരു നോർമൽ സ്കിൻ കെയറും ഒരു മേക്കപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. നോർമൽ നമ്മൾ വീട്ടിൽ നിൽക്കുവാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ തൊട്ടടുത്തൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയറും പിന്നെ ചെറുതായിട്ട് അല്ലറ ചില്ലറ കാണരുത്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പൊ ആദ്യം ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വന്നിട്ട് നിൽക്കുവാണ്. അപ്പൊ നമ്മള് മുടി ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മുഖത്തൊക്കെ ആവാതിരിക്കും. ഇച്ചിരി വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കുന്നത്, കാരണം മുടി ഞാൻ അങ്ങനെ ചീവാറില്ല ഫുൾ കഴിഞ്ഞിട്ട്. അപ്പോൾ മുടി നമ്മൾ ജസ്റ്റ് മുഖത്തോട്ട് വരാത്ത രീതിയിലൊന്ന് വെച്ചു. നമ്മൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ അലമ്പായി ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞൊരു സ്റ്റിക്ക്, ചുമ്മാ ഒരു ലിപ് ബാം ആണ് അത്. എന്നിട്ട് ഇത് കോജിക് ആസിഡ് സെറമാണ്, കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, കോജിക് ആസിഡ് സെറമാണ് ഡെർമാക്കോടെ അല്ലേ അത്. ഇതൊരു 4 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. നോർമലി നമ്മൾ സെറമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കയ്യിൽ എടുക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആണ് കേട്ടോ. കയ്യിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ആ സാധനം വെച്ചിട്ട് നമ്മൾ ഫേസിൽ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനിതിങ്ങനെ ഓടിപ്പാഞ്ഞ് എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്നത് മാറ്റിയിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മോശമല്ലേ. അപ്പൊ ഞാൻ ചെന്നപ്പോൾ നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു. എനിക്കത് ഇത്തിരി മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു 2 സെക്കൻഡ്. ഇത് കുറച്ച് നേരം ആയല്ലോ, നമ്മൾ ഫുൾ അബ്സോർബ് ആയതിനു ശേഷം നമ്മളൊരു 1 മിനിറ്റെങ്കിലും മിനിമം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പൊതുവേ നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ 1 മിനിറ്റെങ്കിലും നമ്മുടെ ഫേസിലേക്ക് ഈ ഒരു സെറം മാത്രമായിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മെസ്സേജൊക്കെ റിപ്ലൈ കൊടുക്കാം, മെസ്സേജ് നോക്കാം, മെസ്സേജ് അയക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ലിപ് ലൈൻ ചെയ്യാം, അങ്ങനത്തെ ഐഡിയ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ നിൽക്കുമ്പോൾ. കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ട് നിൽക്കാൻ സമയമില്ല, പ്രത്യേകിച്ച് കളയാൻ ടൈമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് 1 മിനിറ്റെങ്കിലും നമ്മുടെ ഫേസിൽ ഈ സെറം ഇട്ടിട്ട് നമ്മൾ വയ്ക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ഗുണം ഉണ്ടാവും. നമ്മൾ എന്തായാലും ഇത്ര മെനക്കെട്ട് ഇതൊക്കെ ഇടുന്നതാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ ആ 1 മിനിറ്റ് നമ്മൾ വെക്കുക. അപ്പൊ ആ 1 മിനിറ്റിൽ ഞാൻ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ്ട് ഒരു 1 മിനിറ്റ് ആയെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനൊരു സൺസ്ക്രീൻ ആണ് ഇടുന്നത്. എനിക്കങ്ങനെ മോയ്സ്ചറൈസർ അങ്ങനത്തെ ഐഡിയാസ് ഒന്നും ഇപ്പം ഇല്ല. അപ്പൊ ഞാൻ മോയ്സ്ചറൈസർ ആയിട്ടും ഞാൻ ഈ ഒരു സൺസ്ക്രീനെയാണ് കാണുന്നത്. എക്കോളജിക്കയുടെ ഒരു സൺസ്ക്രീൻ ആണിത്. ഇത് ഞാനിങ്ങനെ എടുക്കും. എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യും. ശരിക്കും നിങ്ങൾ വിചാരിക്കും അയ്യോ ഇങ്ങനൊന്നും അല്ലടാ എന്നായിരിക്കും. പക്ഷെ നമ്മള് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെവിയിലും കൂടെ കുറച്ച് അപ്ലൈ ചെയ്തേക്കാം. അപ്പൊ നമ്മൾ എങ്ങും പോകുന്നില്ലെങ്കിൽ ചില ആൾക്കാർ സൺസ്ക്രീൻ ഇടത്തില്ല കേട്ടോ. അപ്പൊ പോകുക എന്നുള്ളതിലല്ല, നമ്മൾ സൺസ്ക്രീൻ ഇടുക എന്ന് പറയുന്നത് നമുക്കിപ്പോ നമ്മൾ ഫോണൊക്കെ നോക്കുമ്പോഴാണെങ്കിലും അതിന്റെ ആ ലൈറ്റൊക്കെ നമുക്ക് നമ്മുടെ ഈ സ്കിന്നിന് പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും ഈ സൺസ്ക്രീൻ നമ്മൾ ഡെയിലി ഇടുന്നത്. പിന്നെ ഡെയിലി ഇട്ടാലേ ഈ പറഞ്ഞ ഗുണവും ഉള്ളൂ. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഹിമാലയയുടെ ജോൺസൺസ് ബേബിന്ന് ജോൺസൺസ് ബേബി പറഞ്ഞു നമുക്കതല്ലേ നമ്മുടെ ആ ഒരു സമയത്തൊക്കെ അറിയത്തുള്ളൂ. ഇപ്പോഴാണ് ഹിമാലയൊക്കെ വലിയ പുള്ളിയായിട്ട് വന്നേക്കണത്. അപ്പൊ ഇവരുടെ ബേബി പൗഡർ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ സ്മെല്ല് തന്നെ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ നോർമൽ പൗഡറിനേക്കാളും ഇത് അടിപൊളിയാണ്. നമ്മൾ ഇങ്ങനെ കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുക്കും. നമ്മളിപ്പോ കുറച്ച് ഓവറായിട്ട് പൗഡർ ഇടാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം പൗഡർ ഇടാനായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. ഞാനൊരു ലാസ്റ്റ് എൻ്റെ അനിയത്തി പോയത് പിന്നെ ജനുവരി പോയി അവള്. അപ്പൊ അവളുടെ ആയിരുന്നു ഇത്. അവളോട് ഇത് ഇട്ടിട്ട് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് കൊള്ളാം, അങ്ങനെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണേ. അപ്പൊ ഇത് അടിപൊളി സാധനമാണ്. ഇടുമ്പോൾ ഇച്ചിരി ഭൂതത്തെ പോലെ ഇരിക്കും, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് നമുക്ക് മയക്കിട്ട് തല്ലിപ്പൊട്ടിക്കും. ഇതൊരു കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയില്ലെങ്കിൽ കോമഡി ആയിരിക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ എങ്ങും പോവല്ലോ.
പോകുന്നതിന്റെ അല്ല, ഇപ്പൊ അടുത്ത് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങ് പോകുന്നുമില്ല. പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു മേക്കപ്പ് ഇത്രയൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മള് കണ്ടോ, ആ പൗഡർ ഇട്ടപ്പോൾ കണ്ടോ നമുക്ക് ആ ഒരു പ്രത്യേക ഒരു വെളിച്ചം വന്നത്. അപ്പൊ ഈ പൗഡറിന് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഭയങ്കര, ഇതെല്ലാം അഫോർഡബിൾ ആണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും അഫോർഡബിൾ ആണ്. ഇതിന് 50 രൂപയുള്ളൂ ഈ പൗഡറിന്. കുറച്ച് മാസങ്ങളും കൂടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എക്സ്പയറി ഡേറ്റ് 11 മാസം, 11 മാസം നവംബർ വരെയുള്ളൂ എക്സ്പയറി ഡേറ്റ്. അതിന് മുന്നേ തീർക്കണം. പിന്നെ നമ്മൾ ഇനി കണ്ണെഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. കണ്ണെഴുതാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതേ നമ്മുടെ ലാക്മിയുടെ ഐലൈനറാണ്. ഈ ഐലൈനർ വെച്ചിട്ട് നമ്മൾ ആദ്യം ഐലൈനർ നമ്മൾ എടുക്കുന്നതിന് മുന്നേ നല്ല രീതിക്ക് കുലുക്കുക, അല്ലെങ്കിൽ പിന്നെ വൃത്തികേടായിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ 2 വര ഇവിടെ ഇങ്ങനെ എടുക്കുക, ഇതിൽ 2 വര വരയ്ക്കുക. നമ്മളങ്ങ് കണ്ണെഴുത കാണുന്നുണ്ടോ? ഇതടുത്ത് നിൽക്കുക. ഇവിടെ നമ്മളിങ്ങനെ വാലിട്ടാണ് കേട്ടോ എഴുതുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാലിട്ടിങ്ങനെ. എന്നിട്ട് നമ്മളിവിടെ അടിയിൽ നിന്ന് ഇങ്ങനെ ഈ വാലയിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും ഒക്കെ കണ്ണെഴുതാൻ അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളേ. കണ്ടോ ആ ഒരു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് വന്നേ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. ഞാൻ ഇവിടെയും കൂടെ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലാവുമായിരിക്കും. അത് കാണത്തുമില്ലല്ലോ. രണ്ട് കണ്ണും ഒരുപോലെ വരണം എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ്. പക്ഷെ മാക്സിമം നമ്മൾ ശ്രമിക്കണം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കണം. അതിപ്പോ 2 കണ്ണും വേറെ പോലെ ആയി പോയി. ഈ കണ്ണും ഏതാണ്ട് ഒപ്പം വരിക എന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിച്ചേക്കുക കേട്ടോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. കുഴപ്പമില്ലാത്ത രീതിയിൽ ഏതാണ്ട് ഒരുപോലെ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ വലിയ തരക്കേടില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ കണ്ണ് എഴുതി വരുമ്പോഴത്തേക്ക്, ഈ കണ്ണ് ഞാൻ എപ്പോഴും നല്ല സ്റ്റൈലായിട്ട് എഴുതും. എന്നിട്ട് ഇതുപോലെ ഇതാക്കാൻ വരുമ്പോൾ ഇത് കുളമാകും. പൊതുവെ അങ്ങനെയാണ് സംഭവിക്കാറ്. എനിക്കൊന്ന് എല്ലാവർക്കും അങ്ങനെ, എല്ലാവർക്കും നമുക്ക് ഈ ഒരു വശത്തായിരിക്കുമല്ലോ എളുപ്പം. ഈ വശത്തേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ഈ കൈ വെച്ച് എഴുതാനായിട്ട് പഠിക്കണം എന്നാണ്. ഇനി നമ്മൾ നമ്മുടെ ഐബ്രോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഐബ്രോ ചെയ്യാനായിട്ട് ഇത് മാൾസിന്റെ ഒരു ഐബ്രോ പാലറ്റ് ആണ്. കാണുന്നുണ്ടോ? മാൾസിന്റെ ഒരു ഐബ്രോ പാലറ്റ് ആണ്. ഇതിന് ഇങ്ങനെ ഒരു ബ്രഷാണ്. ഇവിടെ ഇങ്ങനെ മറ്റേ നമ്മുടെ തീപ്പെട്ടിയുടെ ഇതൊക്കെ വെച്ചുള്ള പണ്ട് ഐബ്രോ ഒക്കെ ചെയ്തില്ല, അതുപോലത്തെ ഒരു ഇത്. പിന്നെ ഇത് ഇങ്ങനത്തെ കാണുന്നുണ്ടോടെ, പെട്ടെന്നൊരു ലൈറ്റ് വ്യത്യാസം. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐബ്രോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ അതിന്റെ ഐബ്രോ ഷേപ്പിനല്ല ഇരിക്കുന്നത്, എനിക്ക് ഐബ്രോ ത്രെഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാനിത് ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. അല്ല ഞാൻ പൊതുവെ സാധാരണ ദിവസങ്ങളിൽ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ചെറിയൊരു ലൈറ്റ് എഫക്റ്റ് കാണാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് നമുക്കിതിങ്ങനെ എഴുതി കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ കണ്ണെഴുതുന്ന പോലെ തന്നെ 2 ഐബ്രോയും ഒന്നുപോലെ കിട്ടുക എന്ന് പറയുന്നതും ഒരു ലക്കാണ്. കിട്ടിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കുക. രണ്ടും കിട്ടാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞിട്ട് ആരും ശ്രമിക്കാണ്ടിരിക്കരുത്, ശ്രമിക്കുക. കുറച്ച് കട്ട് ചെയ്ത്, കുറച്ച് കട്ടി കൂടിപ്പോയി, ഒരു കട്ടിയില്ല. എൻ്റെ ലിപ്സ്റ്റിക് പാട്ടെങ്കിൽ ഭ്രാന്തായി തോന്നുന്നു, തന്നെ ഇരുന്ന് അനങ്ങുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവിടെ ഇച്ചിരി അടിയിലോട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ണാടി തന്നെ എടുക്കാം. ആദ്യമേ കണ്ണാടി എടുത്താൽ മതിയായിരുന്നു, കൃത്യമായിട്ട് അപ്പോൾ കാണാമായിരുന്നു. ഈ വശം ഉണ്ടല്ലോ, ഇതിന്റെ ഈ മുട്ടുവശം കാണുന്നുണ്ടോ? അങ്ങോട്ട് നോക്ക് ക്യാമറ, ഇതിനെ കാണിക്കുക ക്യാമറ.
ഓക്കെ, ഇതിന്റെ ഈ മുട്ടുവശം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് ബ്ലെൻഡ് ആയിക്കോളും കേട്ടോ. മറ്റേത് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഇത് ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ്. ഞാൻ മുന്നേ ആണെങ്കിൽ ഇത് വെച്ചിട്ട് ഐബ്രോ ഷേപ്പ് ചെയ്യാൻ നോക്കിയപ്പം ആകെ കുളമായി. അപ്പം എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഒരു ഗുണമില്ലെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഒരു ദിവസമേ ഇതിങ്ങനെ കുറച്ച് കൂടിപ്പോയി, ഞാൻ എടുത്ത എമൗണ്ട് കൂടിപ്പോയി. എന്നിട്ട് ഞാൻ ചുമ്മാ ഇത് വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് ബ്ലെൻഡായി സെറ്റപ്പായി. ഇതിപ്പോൾ ഐബ്രോ രണ്ടും ഏതാണ്ട് ഒരുപോലെ വന്നിട്ടുണ്ട് എന്ന് അനുമാനിക്കാം. ഇവിടെ ഇച്ചിരി കൂടുതലാണ്. കൂടുതൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക, തലയിലോട്ട് തൂക്കുക. പരമ്പരാഗതമായി കൈമാറി വന്നൊരു പ്രത്യേക കലാരൂപമാണ് ഇത്, ഇങ്ങനെ തൂക്കുക എന്നുള്ളത്. അപ്പൊ ഐബ്രോന്റെ കാര്യം കഴിഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇതൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണെങ്കിൽ ഇപ്പൊ തന്നെ 10 മിനിറ്റ് ആയി എന്നുള്ളതാണ് എനിക്കൊരു 10 മിനിറ്റുള്ള സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ. 10 മിനിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വാചകം അടിച്ച് നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളവളാന്ന് നിന്ന് കുറച്ച് സമയം പോവേ. അപ്പൊ ഞാൻ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുമല്ലോ, അല്ലെങ്കിൽ ചുമ്മാ വന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ട് പോയാൽ ഒരു എനിക്കൊരു രസം ഉണ്ടാവില്ല, കാണുമ്പോൾ നിങ്ങൾക്കും രസം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യമായിട്ട് നിങ്ങളോട് വർത്താനമൊക്കെ പറഞ്ഞ്. പൊട്ട് ഞാനിങ്ങനെ ഒരു ഡപ്പയ്ക്കകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു പൊട്ടെടുത്തിട്ട് രാവിലെ പൊട്ട് തന്നെ പണി തരുക. പൊട്ട് കണ്ടോ, ഞാനിങ്ങനെ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറിന്റെ ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചു. ഇതിനകത്ത് നിറച്ച് കുഞ്ഞു ബ്ലാക്ക് പൊട്ടുകളാണ്. അപ്പം ആ പൊട്ട് നമ്മൾ തൊട്ടു. ഇനി നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് ഡൺ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് എടുക്കും. ലിപ്സ്റ്റിക്ക് കുറച്ച് ഏത് ലിപ്സ്റ്റിക് ഇടുമെന്ന് നമുക്ക് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലാക്മിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഇടാം. സാധാരണ ഞാൻ ലിപ്സ്റ്റിക് അങ്ങനെ ഇടാറില്ല, ഒരു ലിപ് ബാം ആണ് ഇടുന്നത്, ഒരു ടിൻഡർ ലിപ് ബാം ആണ് ഇടുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമായതുകൊണ്ട് ഐ തോട്ട് നമുക്കിന്നൊരു ലിപ്സ്റ്റിക് ഇട്ടേക്കാം. കറ ലിപ്സ്റ്റിക് ഇരിക്കുന്നുണ്ടോ എന്തെങ്കിലും ഇത് വേണമാണല്ലോ. ലിപ്സ്റ്റിക് നമ്മൾ ഇട്ട് കൊടുത്തു. ഒത്തിരി കാലമായിട്ട് ഇടരുത്. ആലോചിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങും പോകുന്നില്ല, അല്ല നമ്മൾ ഈ തൊട്ടടുത്തൊക്കെ പോകുന്നുള്ളെങ്കിൽ നമ്മൾ കനമായിട്ട് ലിപ്സ്റ്റിക് ഒന്നും ഇടരുത്. വാരി വലിച്ച് നമ്മൾ എവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ലാവിഷായിട്ട് ലിപ്സ്റ്റിക് ഇടണം. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ലിപ് ലൈൻ ചെയ്യും. കാരണം ലിപ് ലൈൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ചുമ്മാ നമ്മൾ നിൽക്കുന്ന സമയത്താണല്ലോ ലിപ് ലൈൻ ഒക്കെ ചെയ്ത് നമുക്കൊന്ന് സെറ്റ് ആകാൻ പറ്റത്തുള്ളൂ. ഐ മീൻ പഠിക്കാൻ പറ്റില്ല, എനിക്ക് ലിപ് ലൈൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി അറിയത്തില്ല. അപ്പം ഞാനിപ്പോ വിചാരിച്ചു ലിപ് ലൈൻ ചെയ്തിട്ട് കുറച്ച് ദിവസം ഇപ്പൊ നമ്മൾ കുറെ ദിവസം ചെയ്യുവാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ ലിപ് ലൈൻ ചെയ്ത് ഇപ്പൊ നോക്കും വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത്. കാരണം എന്റെ കുഞ്ഞ് ലിപ്പായതുകൊണ്ട് എന്റെ ലിപ്പ് ആലോചിക്കുന്നുണ്ടോ മിണ്ടാതൊന്ന് വരയ്ക്കടിയെന്ന്. സത്യം കണ്ടോ. അപ്പം എന്റെ ഇപ്പൊ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ലിപ്പ് അങ്ങ് ഡിഫൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടങ്ങ് തനിച്ചറിയാൻ പറ്റും. നമ്മൾ കണ്ണിങ്ങനെ ഡിഫൈൻ ചെയ്ത് എഴുതുമ്പോൾ കണ്ണ് തനിച്ചറിയുന്ന പോലെ നമ്മുടെ ലിപ് ലൈൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് തനിച്ചറിയാൻ വേണ്ടി പറ്റും. ഒരു ഡെഫിനിഷൻ കൊടുക്കും അങ്ങനെ. അപ്പൊ എനിക്കിത് പൊതുവെ ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ്. ഇത് വരച്ചിട്ട് വന്നോന്ന് തന്നെ എനിക്കറിയില്ല, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വന്നു അടിപൊളിയാണെന്നാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കും. ഇതേതോ ഒരു പഴയ ലിപ് ലൈനർ ആണ്. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമുക്കൊരു കമ്മലിടണം. മുടി പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യത്തില്ല, കാരണം മുടി ഉണങ്ങിയിട്ടില്ല. മുടി ചീവുന്നൊരു സ്വഭാവം എനിക്ക് പണ്ടുമില്ല, ഇപ്പോൾ തീരെയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എന്റെ എന്റെ സ്റ്റഡുകളൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് സ്റ്റഡുകൾ മാത്രമല്ല, ഭയങ്കര ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് സ്റ്റഡുകളുടെ കൂട്ടത്തിൽ കണ്ടോ ജുംക്കയൊക്കെ ഉണ്ട്. ഇത് എന്റെ ജുംക്ക അല്ലല്ലോ, ഒരു വെറൈറ്റിക്ക് നമുക്ക് ഇന്ന് കുറച്ച് ആഡംബരത്തിന് ഈ ജുംക്ക ഇട്ടാലോ. ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് കുറേ നാളായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഇട്ടാലോ കമ്മലെങ്ങനെയുണ്ട്? കമ്മലിട്ടാം. കുഞ്ഞു കൊച്ചിനെ പോലെ ഇരിക്കും, കുറച്ച് വലിയ കൊച്ചിനെ പോലെ തോന്നുന്ന ഒരു കമ്മലിടാം. നമുക്ക് ഈ ജുംക്ക ഇട്ടാലോ? വേണ്ട, ഏതെങ്കിലും സ്റ്റഡ് തന്നെ, അല്ലെ ആർഭാടമായി പോകും. ഈ കമ്മലിടാം. ഓക്കെ, നമ്മൾ പൊതുവെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഏത് കമ്മലിടണം, ഏത് മാല ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ തീരുമാനിച്ച് വെക്കുന്നതാണ് നല്ലത്. അല്ലാതെ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ തീരുമാനിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ
ഇതേ കണക്കിന് ആ കമ്മല് വേണോ ഈ കമ്മല് വേണോ അഭിപ്രായം ചോദിക്കാൻ ഒരാളും കൂടി ഇല്ലെങ്കിൽ നമ്മൾ അയ്യോ ഓട്ടപ്പാച്ചിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാം നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെക്കണം. അല്ലാതെ എന്നെ പോലെ ലാസ്റ്റ് മൊമെന്റ് കിടന്ന് ഓടരുത്. ഞാൻ ഇപ്പോഴെന്നല്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് കമ്മൽ ചുമ്മാ ഇടാം. എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ കമ്മൽ ഇടുവാണ് കേട്ടോ. ശരി, ക്യൂട്ട് എഫക്റ്റ് വന്നില്ലേ? എന്റെ കാര്യമില്ല, കമ്മലിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓൾ ഡൺ. നമ്മൾ ഈ സാധനം എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്തല്ലാണ്ട് നമ്മൾ ഇത് സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഇവിടെ ഇങ്ങനെ ഒരുമാതിരി എല്ലുപോലെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ചെറുതായിട്ട് നമുക്ക് എങ്ങോട്ട് മുടി ഇടാനാണോ ഇഷ്ടം തോന്നുന്നത് അങ്ങോട്ട് നമ്മൾ മുടി എടുത്തിടുക. ചെറുതായിട്ട് ഇങ്ങനെ കൈവച്ചിട്ടൊന്ന് കോതുക. ഞാനൊക്കെ അങ്ങനെ മുടി പ്രത്യേകിച്ച് ഒരു സൈഡ് ഒരു വകുപ്പില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് തൊട്ടിടും. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഈ വീഡിയോ മിക്കവാറും ഒരു 15-16 മിനിറ്റ് ഉണ്ടാകും. അതിന്റെ വാചകോടി കൊണ്ട് മാത്രം ഇത്രയും ആയതാണ്. എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ഒരു വളരെ ചെറിയൊരു വീഡിയോ എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്ത് വർത്താനം പറഞ്ഞത്. ഇത്രയും നേരമായി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.